പ്ലസ് ടുവിന് ശേഷം അഡ്മിഷൻ സമയത്ത് കൂടുതൽ കേൾക്കുന്ന ഒരു പേരാണ് LBS. എന്നാൽ എന്താണ് ഈ LBS? 1976 കേരള സർക്കാർ സ്ഥാപിച്ച ഒരു ഓട്ടോണമസ് സ്ഥാപനമാണ് ലാൽ ബഹദൂർ ശാസ്ത്രി സെൻട്രൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി. ഇനി ഏതെല്ലാം കോഴ്സുകളാണ് LBS വഴി അഡ്മിഷൻ നടക്കുന്നതെന്ന് നോക്കാം. BSc നഴ്സിംഗ്, BSc മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി, ബാച്ചിലർ ഓഫ് കാർഡിയോവാസ്കുലർ ടെക്നോളജി, ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി, BSc ഒപ്റ്റോമെട്രി, BSc പെർഫ്യൂഷൻ ടെക്നോളജി, BSc ഡയാലിസിസ് ടെക്നോളജി, ബാച്ചിലർ ഓഫ് ഒക്കുപേഷണൽ തെറാപ്പി, ബാച്ചിലർ ഓഫ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, ബാച്ചിലർ ഓഫ് റേഡിയോതെറാപ്പി ടെക്നോളജി, ബാച്ചിലർ ഓഫ് ന്യൂറോ ടെക്നോളജി, BSc ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി, പ്രോസ്തറ്റിക് ആൻഡ് ഓർത്തോട്ടിക്സ്, BSc മെഡിക്കൽ ബയോകെമിസ്ട്രി, BSc എമർജൻസി മെഡിക്കൽ ടെക്നോളജി, BSc അനസ്തീഷ്യ ടെക്നോളജി, BSc റെസ്പിറേറ്ററി ടെക്നോളജി, ബാച്ചിലർ ഓഫ് മെഡിക്കൽ മൈക്രോബയോളജി എന്നിങ്ങനെ 19 കോഴ്സുകളാണ് ഇതിലുള്ളത്. ഈ വർഷത്തെ പ്ലസ് ടുവിൻ്റെ റിസൾട്ടുകളെല്ലാം വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ താമസിക്കാതെ ഈ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് അപേക്ഷകൾ ക്ഷണിക്കും. അതിനുശേഷം പ്ലസ് ടുവിൻ്റെ മാർക്കിനെ അടിസ്ഥാനമാക്കി ഇൻഡെക്സ് മാർക്ക് തയ്യാറാക്കുകയും അതിനനുസരിച്ച് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. ഈ റാങ്കിനനുസരിച്ചായിരിക്കും നമ്മുടെ അഡ്മിഷൻസ് നടക്കുക.